പാർവതി അല്ലേ? ഓക്കെ, പാർവതിയുടെ CV ഞാനിങ്ങനെ നോക്കുമായിരുന്നു. പാർവതിയുടെ കുറച്ച് വേറെ അബൌട്ട്സ് എനിക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, പാർവതി മാരീഡ് ആണോ? ആണല്ലേ. എത്ര വയസ്സുണ്ട് പാർവതിക്ക്? 27. ഓക്കെ, 27. ഓക്കെ, അപ്പോൾ എന്നാ കല്യാണം കഴിഞ്ഞേ? 3 വർഷമായി. ഓക്കെ, 3 years. ഓക്കെ, പാർവതിക്ക് കുട്ടികളുണ്ടോ? ഇല്ല. ഓക്കെ, ഗുഡ്. കുട്ടികളുണ്ടാവാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? അല്ലാതെ ഞങ്ങളുടെ കമ്പനി റൂളാണ്, ഇവിടെ വരുന്ന ഓരോ കാൻഡിഡേറ്റ്സിൻ്റെ അടുത്തും കല്യാണം കഴിഞ്ഞിട്ടുണ്ടോ, കുട്ടികളുണ്ടോ, കുട്ടികളുണ്ടാവാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ജോലി തരാൻ പറ്റില്ല. കമ്പനിയുടെ കുറച്ച് റൂൾസ് ഞാൻ പാർവതിക്ക് പറഞ്ഞു തരാം. ഇതൊരു 9 to 5 ജോബുള്ള കമ്പനിയാണ്, പാർവതിക്ക് അറിയാലോ. പക്ഷേ ചില സമയത്ത് ഞങ്ങൾ ഓവർ ടൈം ചെയ്യിപ്പിക്കാറുണ്ട്. അതായത് 5 എന്ന് പറയുന്നത് ചിലപ്പം 6, 7, 8, 9, 10, 11, 12 ഇവിടുന്ന് എല്ലാവരും പോയാലും പാർവതിക്ക് ചിലപ്പം പോകാൻ പറ്റണമെന്നില്ല. പക്ഷെ അങ്ങനെയൊക്കെ ജോലി എടുത്താലും പാർവതി ഒന്നും കൊണ്ടും പേടിക്കേണ്ട, ഞങ്ങൾ ശമ്പളം കൂട്ടി തരില്ല. ഇറ്റ്സ് ഗുഡ്. ഇഷ്ടപ്പെട്ടല്ലേ? അതെ, ഞങ്ങൾ ഈ പറയുന്ന സാലറി തന്നെ ആയിരിക്കും, ശമ്പളം ഞങ്ങൾ കൂട്ടിത്തരില്ല. ഓവർ ടൈം നിങ്ങൾ പണിയെടുക്കുന്നതും പണിയെടുക്കാതിരിക്കുന്നതും നിങ്ങളുടെ ഇഷ്ടം, പക്ഷെ ശമ്പളം ഞങ്ങൾ കൂട്ടിത്തരില്ല. അപ്പോഴാണോ ഇവിടുന്ന് കമ്പനിയിൽ നിന്ന് ഇറങ്ങാൻ തീരുമാനിക്കുന്ന ആ ഒരു തീരുമാനം പാർവതി എടുക്കുമല്ലോ, കമ്പനി റിസൈൻ ചെയ്യണമെന്ന്. ആ സമയമാകുമ്പോൾ പാർവതി ഇതുവരെ ഞങ്ങൾ പാർവതിക്ക് തന്ന സാലറി ഞങ്ങൾക്ക് എല്ലാം കൂടെ കണക്ക് കൂട്ടി, അപ്പോൾ ഞാൻ എപ്പോഴാന്ന് വെച്ചാൽ കണക്ക് കൂട്ടി ഒരു ലിസ്റ്റ് കൂട്ടി തരും, അത് ഞങ്ങൾക്ക് തിരിച്ചടയ്ക്കണം, എന്നിട്ട് ഇവിടുന്ന് ഇറങ്ങാൻ പറ്റും. ഓക്കെ, പിന്നെ ഉള്ള അടുത്തൊരു ഇതെന്ന് പറയുന്നത്, ഓക്കെ ഞങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ലീവ് ഞങ്ങൾ തരില്ല. അതെ, ലീവ് തരില്ല. ചത്താലും ഇവിടെ വന്ന് ജോലി എടുക്കേണ്ടി വരും. ഇപ്പോൾ ചില ആൾക്കാരൊക്കെ വിളിച്ചിട്ട് പറയാറുണ്ട്, ലൈക്ക് പുറത്ത് ഭയങ്കര മഴയാണ്, അറിയാമല്ലോ നമ്മുടെ നാട്ടിൽ മഴയുടെ അവസ്ഥ അറിയാമല്ലോ, വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടാവാറുണ്ട്. പ്രളയം വരുമ്പോൾ പോലും ഇവിടെ വെള്ളത്തിൽ നീന്തി വന്ന് ജോലി ചെയ്തിട്ട് പോയ ആൾക്കാരെ എനിക്കറിയാം. അത്രയും നല്ല കാലിബറായിട്ടുള്ള ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. സോ അതുകൊണ്ട് ഞങ്ങൾ ലീവ് തരില്ല. പ്രളയമാണെങ്കിലും വെള്ളപ്പൊക്കമാണെങ്കിലും ഉരുൾപൊട്ടലാണെങ്കിലും പാർവതി ഇവിടെ വന്ന് ജോലി എടുത്തിരിക്കണം. പിന്നെ പാർവതിയുടെ വീട്ടിൽ ആരെങ്കിലും ഒക്കെ വയ്യാതെ കിടപ്പുണ്ടോ, ലൈക്ക് അപ്പൂപ്പൻ, അമ്മ, അങ്ങനെ ആരെങ്കിലും? ഓക്കെ, അങ്ങനെ ആരെങ്കിലും വയ്യാതെ കിടപ്പുണ്ടെങ്കിൽ ഇപ്പം എനിക്ക് മനസ്സിലാവും, എമർജൻസി ആയിട്ട് ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലും പെട്ടെന്ന് സംഭവിക്കുമ്പോൾ പാർവതിക്ക് ലീവ് എടുക്കേണ്ടി വരും. പക്ഷേ ഇത് പാർവതി നേരത്തെ കൂട്ടി പറഞ്ഞിരിക്കണം. അതെ, പാർവതിക്ക് 6th സെൻസ് ഉണ്ടെങ്കിൽ മരണം നേരത്തെ കൂട്ടി കണ്ടിട്ട് ഞങ്ങളുടെ അടുത്ത് പറയാം. അതല്ലെങ്കിൽ അപ്പൂപ്പൻ്റെ അടുത്ത് മുമ്പെടുത്തൊന്ന് ചോദിക്കണം എപ്പം മരിക്കും എന്നുള്ളത്. എന്നിട്ട് അതിനനുസരിച്ച് നേരത്തെ കൂട്ടി എൻ്റെ അടുത്ത് ലീവ് മേടിക്കണം. പിന്നെ എൻ്റെ ലീവ് മാത്രമല്ല, ഇവിടെ മാനേജറിൻ്റെ അപ്രൂവൽ വേണം, അസിസ്റ്റന്റ് മാനേജറിൻ്റെ അപ്രൂവൽ വേണം, ആയിരിക്കുന്ന 30 സ്റ്റാഫിൻ്റെ അപ്രൂവൽ വേണം. പിന്നെ ഇവിടെ തൂക്കാൻ ഒരു ആൻറ്റി വരാറുണ്ട്, ആ ആൻറ്റിയുടെ അപ്രൂവൽ ഉണ്ടെങ്കിൽ മാത്രമേ പാർവതിക്ക് ലീവ് തരാൻ പറ്റൂ. അതൊക്കെയാണ് കമ്പനിയുടെ റൂൾസ്, വേറൊന്നുമില്ല. പാർവതിക്ക് നല്ല സ്ട്രെസ് ഫ്രീ ആയിട്ട് പോയിരുന്നു വർക്ക് ചെയ്യാം. ഓക്കെ, അപ്പം ഇതൊക്കെ ഓക്കെ ആണെങ്കിൽ തിങ്കളാഴ്ച മുതൽ പാർവതിക്ക് ജോയിൻ ചെയ്യാം. യാ, ഗുഡ്.